എനിക്കിപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇത്രയും ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 140 കോടി കടന്നിരിക്കുന്നു. ഇന്ത്യ ചൈനയെ ജനസംഖ്യയിൽ കടത്തിവിട്ടിരിക്കുന്നു. ഇന്ത്യൻ ജനം പ്രസവിക്കുന്നതിൽ ഒരുപാട് മുന്നിലാണ്, എന്നാൽ മറ്റു പല കാര്യങ്ങളും പുറകിലാണ്. ഇത്രയും ജനസംഖ്യ ഉണ്ടായിട്ടും ഒരു ഒളിമ്പിക്സോ ഒരു വേൾഡ് കപ്പോ ക്രിക്കറ്റ് കിട്ടുന്നുണ്ടല്ല. വേറെ ഒരു സ്ഥലത്തും കൊള്ളാത്തവന്മാരെ മാത്രം സൃഷ്ടിച്ചു വിടുന്ന കൂലിപ്പണിക്കാരുടെ ഇന്ത്യ ലോകത്തെവിടെ തിന്നാലും മൂന്നാം കിട പൗരനെന്ന് വില കുറച്ച് കാണപ്പെടുന്ന മനുഷ്യജീവികൾ അവർ ജീവിക്കുന്ന ഇന്ത്യ എന്ന് നീ ആദ്യം അറിഞ്ഞാൽ ആ ഇന്ത്യ എന്ന് നീ ആദ്യം ഇറങ്ങി ഓടും. അതാണ് ഇന്ത്യ. അതിൽ കൂടുതൽ വലിയ ഇന്ത്യ ഒന്നുമില്ല. അതിന് വല്ല പശുവിനെയൊക്കെ തല്ലിക്കൊല്ലാൻ പോകുന്നതിനൊക്കെ തോന്നും ഇന്ത്യ ഭയങ്കര സൂപ്പർ ഇന്ത്യ എന്നൊക്കെ. അല്ലാത്തവർക്ക് ആർക്കും തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. പിന്നെ ഇവിടുന്ന് പോകാൻ എല്ലാവർക്കും പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവിടെ പെട്ട് കിടക്കുകയാണ്. എനിക്ക് അതിനുള്ള അവസരം തന്നാൽ ഞാൻ അങ്ങ് പോയി തരാം. എന്നെ വല്ല അമേരിക്കയിലേക്കോ യുകെയിലേക്കോ മാറ്റിക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ ഈ അവസരത്തിൽ എന്തുകൊണ്ട് ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ അവർ മറ്റു രാജ്യങ്ങളിലെ കുട്ടികൾ അല്ലെങ്കിൽ അവിടുത്തെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ ശാരീരികം, മാനസികം, ഭൗതികം, എക്കണോമി ആൻഡ് എവരിത്തിങ് റിലേറ്റഡ് ടു ദ കളർ ആൻഡ് ദ ജെൻഡർ ഓഫ് ദ പീപ്പിൾ, ജെനറ്റിക്സ്, ഇതിനകത്തൊക്കെ ഒരു പ്രത്യേകത കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇവിടെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ചെറുക്കനും പെണ്ണും കൂടെ സന്തോഷമായിട്ട് നടക്കുന്ന കണ്ടാൽ വേണമെങ്കിൽ ലാത്തി വീശാനും ചൂരൽ വീശാനും ഒക്കെ ആളുകളുണ്ട്. എന്നാൽ ഇവിടെ ഒരു പെണ്ണും ചെറുക്കനോട് കല്യാണം കഴിച്ചിട്ട് 4 or 5 പ്രസവിച്ചാൽ അവിടെ ഒരു ലാത്തി വെക്കാനോ ചൂരൽ വീശാനോ ആയിരിക്കും. അതൊരു കാരണമല്ലേ? അതായത് ഒരു 15 വയസ്സിൽ വേറെ കല്യാണം കഴിച്ചു, കുഴപ്പമില്ല. സെക്സും വലിയ പ്രശ്നമൊന്നും ആകത്തില്ല. അത് ഒരു മെച്യൂരിറ്റി ഉണ്ടാകുന്നുണ്ട് ആ സമയത്ത്. ഈ പെൺകുട്ടികളിപ്പോൾ പീരിയഡ്സ് ആവുന്നുണ്ട്, 12-13 വയസ്സിലൊക്കെ ആവുന്നുണ്ട്. ഈ ആമ്പിള്ളേർക്കാണുള്ള സാധനം മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അനങ്ങും അതിന് ഈ പറഞ്ഞ പോലെ ദ്രാവകങ്ങൾ പുറപ്പെടുവിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഞാൻ പറയുകയാണ്. സത്യമേവ ജനഹേ ജയഹേ എല്ലാം ഞാൻ പറയുകയാണല്ലോ. ഞാൻ നിരപരാധിയാണല്ലോ. അപ്പൊ എനിക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ അത് ഞാൻ എന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം 6 പറയാതെ എനിക്ക് ഒരു 15-ാമത്തെ വയസ്സിൽ ഫിസിക്കൽ ഒരു ബയോളജിക്കൽ രീതി നോക്കി കഴിഞ്ഞാൽ മനുഷ്യൻ മെച്ചൂർ ആവുന്നുണ്ട്. പക്ഷേ അവന് ഒരു കല്യാണം കഴിച്ച് കണ്ടോ പറഞ്ഞു തീർന്നില്ല. സന്തോഷ് വർക്കി വിളിക്കുകയാണ്. സന്തോഷ് വർക്കിയെ നമുക്ക് ക്ഷണിച്ചുകൊണ്ട് വരുത്താം. സന്തോഷ് വർക്കി വന്നു കഴിഞ്ഞാൽ ചർച്ചകൾക്ക് ചൂടേറും. വളരെ എന്താ സയന്റിഫിക് ആയ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയ പല കാര്യങ്ങളും അറിയാൻ സാധിക്കും. നമുക്ക് കേൾക്കാം. ഹലോ, ഞാനിപ്പോ പാലരോട്ടം വരണോ? ഞാൻ നേരെ ഇങ്ങോട്ട് വരും. ആഷിക്കിനെ കൊണ്ടുപോവാ. ആഷിക്കിനെ കൊണ്ടുപോവാ. അതെ അവിടെ ചർച്ച നടക്കുക. ഭയങ്കര ചർച്ച നടന്നിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭാവി എന്താകും? താങ്കളെ ഞങ്ങൾ ക്ഷണിക്കുന്നു, താങ്കൾ ഇങ്ങോട്ട് വരൂ. ഞാൻ വേണു, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ആരൊക്കെയാന്ന് പറയത്തില്ല. വളരെ വിശിഷ്ടമായ അതിഥികളും അവശിഷ്ടമായ ചില ശരിയാണ്. അത് നിന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞു. ഉടനെ ഇപ്പുറത്തിരിക്കുന്നത് അവിടെ ഉണ്ട്. ഞങ്ങൾ ചായ കഴിക്കാൻ വന്ന വേമ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇപ്പോൾ ഓക്കെ 15 വയസ്സ് തൊട്ട് എന്തെങ്കിലുമൊക്കെ ആക്കി വിചാരിക്കുക. അപ്പോൾ ഇന്നലെ 6 പറഞ്ഞ കാര്യമായിട്ട് എന്തോ കണക്ട് ചെയ്തല്ലോ. 25-30 വയസ്സ് വരെയൊക്കെ വെയിറ്റ് ചെയ്യണമെന്ന്, പിന്നെ ഒന്ന് സെക്സ് ചെയ്യണമെന്ന്. അതാണ് ഈ കല്യാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മുമ്പ് സെക്സ് ഒന്നും ഒരു പ്രോഹിബിറ്റഡ് പോലെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക സിൻ പോലെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് ശരിയല്ല. അതിന് മുമ്പ് ആദ്യം ഉള്ളത് ഈ മാസ്ട്രേഷൻ പോലത്തെ പരിപാടികൾ മാത്രമാണ്, ആണിനും പെണ്ണിനും. ഇതിപ്പോൾ എല്ലാവരും പറയുമ്പോൾ ആണുങ്ങൾക്കാണ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്നൊക്കെ പറയും. ഈ നാട്ടില് ആണുങ്ങൾ കുറച്ചുകൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ആണുങ്ങൾ പിന്നെയും ഇപ്പോഴായി വന്നത്. ഇപ്പൊ കുറച്ച് അതും ശ്രീലക്ഷ്മി ഇറക്കിൽ വന്ന പിന്നെയാണ് കൂടുതൽ പേര് അറിഞ്ഞതെന്നാണ് ശ്രീലക്ഷ്മിയുടെ വിചാരം. അങ്ങനെയല്ല, ഇന്റർനെറ്റിന്റെ സുലഭമായ വരവോടുകൂടിയാണ്. അല്ലാതെ പലരും വിചാരിച്ച പോലെ ശ്രീലക്ഷ്മിയും ജിയോയുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ആണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോ ഈ സ്ഥിതിക്ക് ഇപ്പോൾ അത് ഓക്കെ, അവർ ഇന്ററാക്ട് ചെയ്യുന്നു. അവർ പലരും എന്താ പറയാ ഓക്കെ സെക്ഷൽ ഇന്ററാക്ഷൻ എന്തുകൊണ്ട് നടന്നോട്ടെ. സമപ്രായക്കാരാണ്, പ്രത്യേകിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, സേഫ് ആയിരിക്കണം എന്നുള്ളതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ പ്രസവം നടക്കേണ്ട ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് 24 അല്ല 23 മുതൽ ഒരു 29 വരെ എടുക്കാം. അതിനിടയിലാണ് പ്രസവം നടക്കാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു പെണ്ണിനും ഒരു ചെറുക്കനാണെങ്കിലും നല്ലത്. അതും ഞാൻ നോക്കിയിട്ട് ഇവരൊക്കെ പറയുന്നത് ഇപ്പോൾ സാധാരണഗതി കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഈ 7ന്റെ കാര്യം എനിക്കറിയത്തില്ല. എന്നാലും കുറച്ച് ഇപ്പോൾ ഒരു ഏജ് 26 ഉള്ള ഒരു പെണ്ണാന്ന് വിചാരിക്കും, 25 ഉള്ള പെണ്ണാണ് 23 year old അല്ലെങ്കിൽ 22 year old ബെസ്റ്റ് എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു കല്യാണം കഴിക്കണം. എന്നിട്ട് പ്രായം കുറഞ്ഞ ആളെ കിട്ടണം, തിരിക്കണം. ഇതെല്ലാം ആണുങ്ങളെ കെട്ടിയിട്ട് അങ്ങനെ വേണം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി അഥവാ ഇവരൊന്നിച്ച് കുറെ കൊല്ലം ജീവിച്ചാലും ഈ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ ആയുസ് ഉണ്ടെന്നേ. ആണെങ്കിൽ ആയുസ് കുറവ്. അപ്പൊ ഇവന്മാരൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഇവരും അതെ അവരങ്ങ്
ഒരു പരിധി ഒരു 15 മുതൽ 25 വയസ്സ് വരെ അല്ലെങ്കിൽ 23 വയസ്സ് പ്രായം 8 വർഷം കൊണ്ടൊക്കെ ഇവർ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ എന്താ കാണും പെണ്ണും അറിയത്തില്ല. ഇനി ആണല്ല പെണ്ണല്ല മറ്റെന്തെങ്കിലും ആണെങ്കിൽ പോലും അറിയാൻ പറ്റും. അവരുടെ താല്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തും. ആ സമയത്ത് ആ ക്യൂരിയോസിറ്റി കുറഞ്ഞിരിക്കും. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരുടെ മൊത്തം ശ്രദ്ധ കാലിനിടയിലോട്ടാണ്. ഇവിടെ ഉള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ബിറ്റ്വീൻ ദ ലെഗ്സ് മാത്രമല്ല, ഒരു മുടി കിട്ടിയാൽ പോലും പ്രശ്നം ഇവിടെ, അല്ലെങ്കിൽ കോലം കിട്ടി വെച്ച പ്രശ്നമാണ്. കാരണം മൂല കാരണം ഇതാണ്. അല്ലാതെ ഇവിടെ മറ്റേ ബ്രോത്തൽസ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അച്ഛന്മാരും സ്വാമിമാരും ഇല്ലാത്തതുകൊണ്ടല്ലോ, അതെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇവർക്ക് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സാധനം കൊടുത്താൽ പോലെ സെക്സ് അവൈലബിലിറ്റി വേണം, സെക്സ് പ്രാക്ടീസ് ചെയ്യണം. അത് അങ്ങനെ വരുമ്പോൾ ഈ സാധനത്തിനുള്ള ക്യൂരിയോസിറ്റി ഒക്കെ കുറയും. എല്ലാത്തിനും താഴ്ന്ന് ആലോചിച്ച് ഒരു പ്രായം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ മതിയായി വേറെ കാര്യങ്ങളൊക്കെ ആൾക്കാർ ശ്രദ്ധിക്കാൻ പറ്റില്ല ഇവിടെ. അതെ അതെ, ഇതാണ് ഏറ്റവും വലിയ ഇപ്പൊ പട്ടിണി കിടന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയുന്ന ഒരു സാധനം നടക്കൂ. ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടക്കുക പഠിക്കുക പറഞ്ഞാൽ ചിലപ്പോൾ വിശപ്പിനോടായിരിക്കും കൂടുതൽ ശ്രദ്ധ ഇടുന്നത്. ഇതിന് അപ്പിറ്റേറ്റാണ്. അത് ആ രീതിക്ക് മനസ്സിലാക്കാതെ ഇത് വേറെന്തോ ആണ്, ഇതെല്ലാം പിടിച്ചു വെക്കണമാണ്, അങ്ങനെ പട്ടിണി ഇരിക്കും ഇവരെല്ലാം കൂടെ. എന്തോരം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും നോക്കുക. അപ്പൊ ഇന്ത്യയിലെ പ്രൊഡക്ടിവിറ്റി പറയുന്നതും ഇന്ത്യയിലെ ജനങ്ങൾ ഇങ്ങനെ മൂന്നാം കിട പൗരനായി പോകുന്നതിനകത്ത് ഏറ്റവും വലിയ കാരണം ഒന്ന് പട്ടിണിയും അതുമാണ്. പട്ടിണിയാണ് എന്നാൽ പോലും ഞാൻ പറയുക, ഈ സെക്ഷൽ സാധനത്തിനകത്തുള്ള ലിബറേഷൻ ഇല്ലാതെ ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇത്രയും സപ്രസ്ഡ് ആയിട്ട് മനുഷ്യൻ ഇരുന്ന് കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി കുറയും. ആ സ്ഥലത്ത് ശ്രദ്ധ പോകും. അത് മറ്റു രാജ്യങ്ങൾ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇപ്പൊ അറബിയോട് ഈ പറഞ്ഞ പോലെ കിടക്കുന്ന കണ്ടിട്ടില്ലേ, അവന്മാർക്ക് ഈ പറഞ്ഞ പോലെ പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ അവർക്ക് റിസോഴ്സസ് ഉള്ളതുകൊണ്ട് കാശുള്ളത് നേരത്തെ കിട്ടിക്കൊള്ളു. നാച്ചുറൽ റിസോഴ്സസ് കിട്ടാത്തതിന്റെ പ്രശ്നമുള്ള, അല്ലാതെ ഒരു ഹെൽത്തിനകത്ത് വലിയ വിഷയമൊന്നും വരുന്നില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുള്ളൂ ഇന്ത്യ പോലത്തെ നശിച്ച രാജ്യത്ത്. പിന്നെ നമ്മൾ പറഞ്ഞു തന്നത്, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഈ പ്രസവ സമയം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും നേരത്തെ കെട്ടിയിട്ട് പ്രസവിക്കാൻ പാടില്ല, താമസിച്ചും പാടില്ല. പിന്നെ ഓരോരുത്തർ ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ജനറ്റിക്കൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവിടുത്തെ ഹെൽത്ത് മേഖല എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ മെഡിക്കൽ മാഫിയ മറ്റേ മാഫിയ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടെന്നൊക്കെ പറയത്തില്ലേ. ഈ ആറെണ്ണം പിന്നെ വിളിക്കുന്നു, എന്ത് പാടും. ഹലോ, ഇല്ല എന്നാ കഴിച്ചോ. ഓക്കെ വരാം. ഓക്കെ. അപ്പോ നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നേ, ഈ അൺഹെൽത്തി എന്ന് പറയുന്ന സാധനമാണ് തുടങ്ങുന്നത് ഇവിടുത്തെ ഫുഡിൽ നിന്നാണ്. പിന്നൊന്ന് എക്സസൈസ്, ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങൾ, പിന്നെ ഇവിടെ കിട്ടുന്ന പ്രായങ്ങള്, എന്ത് സാധനം എടുത്താലും അഡൾട്രേറ്റഡ് ആയിട്ടുള്ള അത്രയും വിഷം കലർന്ന ഫുഡ്, വായു, വെള്ളം, ഈ 3 സാധനമാണ് മെയിനായിട്ട് മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ കാരണമാണ്. എല്ലാം പൊല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് തൊട്ട്, ആ മനസ്സ് എത്രത്തോളം പൊല്യൂട്ടഡ് ആണോ അത്രയും തന്നെ പ്രകൃതിയും ഭൂമിയും അടക്കം മണ്ണിനടി വരെ പൊല്യൂട്ടഡ് ആണ് ഇവിടെ. നമ്മൾ കാണുന്ന ഇപ്പൊ ചിലപ്പോൾ വായുവിന്റെ കാര്യമൊക്കെ പറയത്തുള്ളൂ, മണ്ണ് വരെ പൊല്യൂട്ടഡ്. അത്ര കെമിക്കൽ കണ്ടന്റുള്ള മണ്ണ് ചിലപ്പോൾ പുറത്തെ രാജ്യങ്ങളിൽ കിട്ടത്തില്ല, അത്രയും പൊല്യൂട്ടഡ് ആണ്. അപ്പൊ ഇവിടുത്തെ പച്ചക്കറി പൊല്യൂട്ടഡ് ആയിരിക്കും, ഫ്രൂട്ട്സ് പൊല്യൂട്ടഡ്, എല്ലാം കൊള്ളാത്ത സാധനങ്ങളാണ്. പിന്നെ മാത്രമല്ല ഇന്ത്യയിൽ എന്തെങ്കിലും നല്ല ഉണ്ടാക്കിയാൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് അത് എക്സ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ, അല്ലാതെ അത് ഇവിടെ വെക്കത്തില്ല. നല്ലതെല്ലാം പുറത്തോട്ട് യൂറോപ്പിലോട്ടോ അമേരിക്കയിലോട്ടോ എക്സ്പോർട്ട് ചെയ്ത് അവിടുത്തെ കൊള്ളാവുന്ന രാജ്യം നല്ല മനുഷ്യർ ഇവിടുന്ന് പോകാൻ പറ്റുന്നവർ പോകും, അല്ലാത്തൊരു പെട്ടുപോകും. ഞാനൊരു നല്ല മനുഷ്യനാണ്, പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എന്റേതല്ലാത്ത കാരണത്താൽ ഞാൻ പെട്ടുപോയിരിക്കുകയാണ്. ജനിച്ചതുപോലും ഞാൻ എന്റേതല്ലാത്ത കാരണത്താൽ ഇന്ത്യയിൽ ജനിക്കേണ്ടി വന്നു. അല്ലാതെ അതിൽ അപ്പുറത്തോട്ട് വലിയ അഭിമാനിക്കാനൊന്നും എനിക്ക് ഇന്ത്യയെ പറ്റിയോ അല്ലെങ്കിൽ ഈ ജനത്തെ പറ്റിയോ പറയാനൊന്നുമില്ല. അപ്പോ ഈ ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ ഓരോ അസുഖങ്ങൾ, ഏറ്റവും വലിയ സാധനം ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഹാർട്ട് ഡിസീസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ ജനറ്റിക്കലായിട്ട് വരുന്ന മറ്റു പ്രശ്നങ്ങൾ, ഇതെല്ലാം എടുത്ത് നോക്കുമ്പോൾ ഒരു 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഈ ഹെൽത്ത് ചെക്കപ്പ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട. അത് സ്കൂൾ തൊട്ട് പഠിപ്പിക്കുന്നതാണ്. ഇവിടുത്തെ മെഡിക്കൽ എന്താണോ എന്താ പറയുക ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ട്, അല്ലാതെ ഈ പറഞ്ഞ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റും മാത്രമല്ലല്ലോ നിർബന്ധം, ഇതൊക്കെ നിർബന്ധമാണ്, ഇത് ചെയ്യേണ്ടതാണ്. പക്ഷെ ഇതുവരെ ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്റെ ഫാമിലി ഹിസ്റ്ററി വെച്ചിട്ട് എനിക്കൊരു അറ്റാക്ക് വരും എന്നുള്ള കാര്യം 100% ഷുവറാണ്. അത് ചിലപ്പോൾ പലർക്കും ഈ പറഞ്ഞ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് അറിയാം, ഡയബറ്റിക്സ് ഉള്ളവർക്ക് അറിയാം. ഇവര് ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നോക്കുന്ന ഫാമിലി ഹിസ്റ്ററി ഉണ്ടോന്നാ. അതിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന കാര്യം. എന്നാൽ ഇതേ അമ്മ അതേ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലായിരിക്കുമ്പോൾ പോലും ഈ മക്കൾക്ക് ആർക്കും ഇത് വരാൻ സാധ്യതയുള്ളവരാണെന്നുള്ളൊരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചെക്കോ ഒരിടത്തും നടത്തിയിട്ടില്ല. എന്നാലൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ലാഭ കച്ചവടമാണ്. അതാണ് ഈ മാഫിയയുടെ രീതി എന്ന് പറയുന്നത്. അല്ലാതെ മറ്റേ മരുന്ന് കൊണ്ട് കൊടുത്തിട്ട് കൂടുതൽ മരുന്ന് കൊടുക്കുന്നതല്ല, കൂടുതൽ മരുന്ന് കൊടുക്കാനുള്ള സാഹചര്യം നേരത്തെ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് ഫുഡ് ആൻഡ് സേഫ്റ്റി അവർ നല്ല ഒരു പാട്ട് ഇതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ യൂസ് ചെയ്യുന്ന എണ്ണ, മറ്റേ പൊടി, പാറി, ഇതെല്ലാം കൂടെ കുഴച്ച് കൂട്ടി പിന്നെ വളച്ച് ഫുഡ് പോയിസൺ, അത് വേറെ വഴിക്കും. അതിനകത്തും കൂടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെൽത്ത് റെഡിയാവും. പിന്നെ വാക്സിനേഷൻ ഓൾറെഡി ഉണ്ടല്ലോ, അതെല്ലാം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് കൊടുക്കേണ്ട വാക്സിനേഷൻ കൊടുത്തില്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇവിടെ നമുക്ക് പറ്റുന്ന എന്നാന്ന് വെച്ചാൽ ഒരു 30 വയസ്സിനുള്ളിൽ ഈ ചെക്കപ്പ് നടക്കാത്തത് കൊണ്ട് ചിലപ്പോൾ പലരും ഒരു വലിയ രോഗിയായി കഴിഞ്ഞിട്ട് അറിയത്തുള്ളൂ.
മനസ്സിലായോ? ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുമ്പേ ഈ ചികിത്സ തുടങ്ങിയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒന്നിച്ചൊരു 2 ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് പിടുങ്ങാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഒരു പക്ഷേ ചിലപ്പോൾ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലൈഫ് സ്റ്റൈൽ തന്നെ ചിലർ ആളുകൾ ചിലപ്പോൾ സെറ്റ് ചെയ്യും, ഒന്നുകൂടി ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കും. അത് സ്കൂളിൽ തൊട്ട് പഠിക്കണം, അങ്ങനെ ഡയറ്റ് വേണം അവർക്ക്. ഫാമിലി ഹിസ്റ്ററി ഉള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന രീതി വേറെയാണ്, അവർക്ക് ഡയറ്റ് വേറെ ആയിരിക്കണം, അവരുടെ ശീലങ്ങൾ വേറെ ആയിരിക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത കുട്ടികൾ അങ്ങനെ വളർന്നു പോകും. മനസ്സിലായോ? അല്ലാതെ ഇതൊന്നും ഒരു ജനിച്ച കുട്ടിക്ക് അറിയത്തൊന്നുമില്ല. ശീലത്തിന്റെ ഹാബിറ്റാണ്. അപ്പോൾ ഒരു പേഷ്യന്റിന്റെ മകൾക്ക് അല്ല ആരും ആയിക്കോട്ടെ, അവർക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യാനായിട്ട് പഠിപ്പിക്കണം. അല്ലാതെ ഇവിടെ ഇറങ്ങിയിട്ട് ഫിസിക്സ് കെമിസ്ട്രി മൊത്തം പഠിപ്പിച്ച് ബയോളജി മുഴുവൻ പഠിപ്പിച്ച് ഒരു കാര്യം. ഇതെല്ലാം പഠിച്ചവരാണ് ഈ രോഗികളെല്ലാം ഇപ്പോൾ ഇരിക്കുന്നത്, മുഴുവൻ രോഗികൾ. അവരെല്ലാം അകാലത്തിൽ രോഗികളായവരാണ്. എന്നാൽ ഇത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു. അതിനെപ്പറ്റി ഒന്നും പറയാതെ ഇവിടെ ഉള്ള മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ കഥയും പറഞ്ഞു ഇവന്റെയൊക്കെ സിനിമ റിലീസ് ആകുമ്പോൾ അവിടെ ഉന്നി തള്ളി ചാവുന്ന മനുഷ്യർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ല? ഇവനെ പറ്റിയൊക്കെ സംസാരിച്ചിരിക്കുക, ഇതേപോലത്തെ കുറെ പറഞ്ഞ് മീഡിയയും കണ്ടുകൊണ്ടിരിക്കുക, ഇവിടുത്തെ ഈ ഫേസ്ബുക്കും തുറന്ന് ഇവിടുത്തെ പൊട്ടന്മാരുടെ കഥയും കേട്ട് ഈ മണ്ടന്മാർ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ മണ്ടന്മാരുടെ ഉടുപ്പും നോക്കി അവന്റെ കയ്യിൽ എത്ര കാറുണ്ട്, അവൻ എത്ര വയസ്സായിട്ട് ഇത്ര ഉടുപ്പിടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്ന ഊളകളുള്ള നാട്ടിൽ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. മനസ്സിലായില്ലേ? അതുപോലെ അവന്മാർ കൂടിച്ചിട്ടുണ്ടാവും, ഇവരിങ്ങനെ കുറച്ച് പേരിങ്ങനെ നല്ലപോലെ ഹെൽത്ത് നോക്കും, അവരുടെ മക്കളെ ഹെൽത്ത് നോക്കും. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഈ സംവിധാനം സ്കൂൾ തൊട്ട് തുടങ്ങണം. പിന്നെ ഡ്രഗ് എഡ്യൂക്കേഷൻ വേണം. ഡ്രഗ്സ് അടിക്കുന്നത് എന്താണെന്ന് ഇരിക്കുന്നത്, സെക്സ് പോലെ തന്നെ. അത് ഒരുതരം പ്രത്യേകതരം അപ്പറ്റൈറ്റ്, ഒരു മെന്റൽ അപ്പറ്റൈറ്റ്. അതിനോട് ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഉപയോഗിക്കാൻ തോന്നും. ആരും അത് കുറ്റക്കാരൊന്നും അല്ല. പിന്നെ അതിവിടെ സുലഭമായി ലഭിക്കുന്നത് കൊണ്ട് അതിന് സാധ്യതകൾ കൂടുതലായതുകൊണ്ട് പിന്നെ തടയാൻ എത്ര കൊല്ലം ശ്രമിച്ചിട്ട് നടക്കാഞ്ഞതുകൊണ്ട്. രസമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ തേർഡ് വേൾഡ് കൺട്രി ആയതുകൊണ്ട് ഈ മദ്യം അത് തന്നെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലേ, മദ്യം ഇത്രയും ശബ്ദമില്ലേ? ഈ ശബ്ദം ലോകത്ത് എവിടെ കേൾക്കത്തില്ല. തമാശല്ല, ഇങ്ങനെ ശബ്ദം ഇല്ല. ഡെവലപ്പ് കൺട്രീസിൽ ഇങ്ങനത്തെ ശബ്ദം കേൾക്കത്തില്ല. ഈ മറ്റേ പൈസ വിളിച്ച് പറയത്തില്ലേ, നന്ദി 250 രൂപ ലഭിച്ചിരിക്കുന്നു, നന്ദിയുണ്ടേ മമ്മൂട്ടി പറയുന്ന പോലെ ഒരിടത്ത് ഒരു ബ്രാഡ് പിറ്റോ അല്ലെങ്കിൽ ടോം ക്രൂസോ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. ആരുടെയും ആ ഒരു സാധനം പറയത്തില്ല. ഇപ്പൊ UK എന്റെ ഫ്രണ്ട് വന്നിറങ്ങിയിട്ട് എയർപോർട്ടിൽ ഇറങ്ങി ആദ്യത്തെ ചായക്കടയിൽ നിങ്ങൾ ചായ കുടിക്കായിരുന്നപ്പോൾ അയാൾ കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഇത് ഞാൻ അവിടെ കിട്ടിയ പൈസ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവിടെ 2 കേസ്, ഒന്ന് പ്രൈവസി, പിന്നൊന്ന് പൊല്യൂഷൻ. ഈ 2 കേസ് എടുക്കും. അതല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇവിടുത്തെ സൗണ്ട് പൊല്യൂട്ടഡ് ആട്ടോ. നമ്മളത് ചിന്തിക്കാത്തൊരു വിഷയമാണ്. ഇവിടുത്തെ സൗണ്ടിന് ഭയങ്കര അതിന് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട് ഇൻഡയറക്ട്ലി. നമ്മൾ അറിയത്തില്ല, ഇത്രയും സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നവർക്ക് സ്ട്രെസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ബസ് ഡ്രൈവേഴ്സ് ഒരുപാട് ഹോൺ അടിക്കുന്നത്. അവർക്ക് സ്ട്രെസ് കൂടുതൽ. അവരെപ്പോഴും ഈ റോഡിൽ കിടക്കുന്നുണ്ട്, അങ്ങനെയുള്ളവരുടെ വണ്ടികളിൽ നിന്നാണ് കൂടുതൽ ഫോൺ വരുന്നത്. ശ്രദ്ധിച്ചറിയാം, മനസ്സിലാകുന്നുണ്ടോ? എപ്പോഴും റോഡിൽ നിൽക്കുന്നവർ അറിയാതെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കും. അതൊരു സൈക്കാട്രിക് ഡിസോർഡർ ആയിട്ട് കൺസിഡർ ചെയ്ത് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് ശബ്ദമലിനീകരണം ഇല്ലാത്ത റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റും. പിന്നെ ഇതേപോലെ പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നൊക്കെ ഇത്രയും കുട്ടിപ്പാട്ടും ബഹളവും രാവിലെ കോളാമ്പി കൂടെ വിടുന്ന വേറെ രാജ്യമൊന്നും കാണത്തില്ല. പിന്നെ ഗൾഫിലൊക്കെ ആണെങ്കിലും ബാങ്ക് വിളിക്കുന്നത് ആർട്ടി സ്പീക്കേഴ്സ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഇമാതിരി സാധനം ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല. ഇവിടെ പലയിടത്തും അതേ സാധനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ അറിയാനുണ്ടായി. പിന്നെ ഇവിടുത്തെ മതവും രാഷ്ട്രീയം ഏകദേശം ഒന്ന് തന്നെയാണ്. രാഷ്ട്രീയത്തിനും മതത്തിനും പ്രത്യേകിച്ച് വ്യത്യാസവും. ഇയാളുടെ ഒരു ഫോട്ടോ നമ്മൾ ചിലപ്പോൾ മതമാണോ രാഷ്ട്രീയം, ചിലപ്പോൾ രാഷ്ട്രീയമാണോ മതം എന്ന് നമ്മൾ കൺഫ്യൂസ് ആയി പോകും. ചിലർ മതസ്ഥാപനങ്ങളിൽ ഇരുന്ന് രാഷ്ട്രീയം പറയും, ചില രാഷ്ട്രീയ സ്ഥാപനങ്ങളിൽ മതം പറയും. അല്ലാതെ ഇവിടെ വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. ആചാരങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇവിടുത്തെ രാഷ്ട്രീയം ഒന്നും പറയണ്ട, അതൊന്നും പറയണ്ട. ഇനിയിപ്പോ എല്ലാവരും പേടിക്കുന്ന പോലെ ഒരു കോർപ്പറേറ്റ് ആണ് ഭരിക്കാൻ പോകുന്നതെങ്കിൽ കോർപ്പറേറ്റ് ഇതിലും ഭേദമാകാനേ സാധ്യതയുള്ളൂ. കാരണം ഈ പൊളിറ്റിക്സും റിലീജിയനെക്കാളും ബെറ്റർ ആണ് കോർപ്പറേറ്റ്. അവർക്കൊന്നുമില്ല, അവരുടെ ജോലിക്കാർ ജോലി ചെയ്യണമെന്നെങ്കിലും ഉണ്ട്. ഇവർക്ക് അതുമില്ല. എന്തെങ്കിലും ജോലി കിട്ടി ഇവർക്ക് കാശ് കിട്ടിയാൽ മതി എന്നുള്ള ഇവരുടെ വരും. ഇത് പണ്ട് ഈ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കി ഇന്ത്യ ഇതാകുകയാണല്ലോ, ഇത് ഇൻഡിപെൻഡന്റ് ആവുകയാണ്. അപ്പൊ ഇത് ഉണ്ടാക്കിയ മച്ചാൻ പറയണേ, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ മാറുന്ന സമയം അംബേദ്കർ പറയണേ ജനാധിപത്യം ഒന്നും എടുക്കാറൊന്നും ആയിട്ടില്ല ഇന്ത്യക്കാര്. അല്ല, അന്നേ എടുക്കാറായിട്ടില്ലായിരുന്നു, ഇന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇവർ മര്യാദക്കുള്ള രാജ്യത്ത് പോയാൽ തന്നെ ഇവിടെ പോകുന്നവർ കാണിക്കുന്ന പോക്കൃതങ്ങൾ കണ്ടിട്ടില്ല. റോട്ടിലിറങ്ങി എന്തെല്ലാം ഇവർ ഈ 1 2 റോട്ടിലിറങ്ങണമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഈ റോഡായിട്ട് ഇവർക്ക് എന്താ പ്രശ്നം? എനിക്ക് തോന്നുന്നേ ഇവിടെ അല്ല, എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യയിൽ ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത മനുഷ്യരൊക്കെ ജീവിച്ചിരുന്ന നാടാണ്. അതുകൊണ്ടായിരിക്കും റോഡ് കാണുമ്പോഴേക്കും റോട്ടിലോട്ട് ചാടി ഇറങ്ങുന്നത്. അതുകൊണ്ടായിരിക്കും റോഡ് ഉപരോധിക്കുക. പിന്നെ അതുപോലെ തന്നെ ലോകത്തൊരിടത്തും രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നില്ല. ബാക്കി എല്ലാത്തിനും കൊലപാതകം ഓണർ കില്ലിംഗ് നടക്കത്തില്ല. പക്ഷേ ഇന്ത്യ നടക്കുന്നത്, ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾ ഇപ്പൊ തേർഡ് വേൾഡ് കൺട്രീസിൽ ഓണർ കില്ലിംഗ് നടക്കും, അല്ലാത്തത് നടക്കത്തൊന്നുമില്ല. ഇപ്പൊ അമേരിക്കയിലെ ഓണർ കില്ലിംഗ് എന്നൊക്കെ പേരുണ്ടാവും, നടന്നിട്ടുണ്ടാവും, ഒരു സംഭവത്തിൽ നടന്ന ഇപ്പോൾ അത് നടക്കത്തൊന്നുമില്ല. പിന്നെ ഈ രാജ്യത്ത് ഒറ്റ സ്കൂളിൽ ഒരു കൊച്ചിൻ്റെ തോക്ക് കിട്ടിയിട്ട് അവർ കൊച്ചുങ്ങളെ വെടിവെച്ച് മരിക്കുന്നില്ല. അതൊരു പോരായ്മയായിട്ട് കൂടിയാണ്. മനസ്സിലായില്ലേ? മറ്റേ കില്ലിംഗും ഈ കില്ലിംഗും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ജയഹേ ഞാൻ പരിപാടിയാണല്ലോ. അപ്പോൾ
ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഇവിടുത്തെ രാഷ്ട്രീയ കൊലപാതകം, വർഗീയ ലഹള, പട്ടിണി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പോപ്പുലേഷൻ ഓവർ പോപ്പുലേറ്റഡ്, പിന്നെ മാൽന്യൂട്രീഷൻ, പിന്നെ ഹെൽത്ത്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഈ പറഞ്ഞ റോഡുകൾ, നോയിസ് പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, എല്ലാം കഴിഞ്ഞിട്ട് എന്റെ മൈരുകളെ നിനക്കൊക്കെ നാണം ഉണ്ടോ ഹെൽമെറ്റ് സീറ്റ്